ഹായ്. ഇത് കണ്ടാ ഇതിൻ്റെ ഉള്ളിലാട്ടോ വീടാണ്. ഇരുട്ടായി. മുഹമ്മദ് ഷെയ്ഖ് ഇവിടെ ഒരു രേഷുവാടി ലാല് മമ്മൂട്ടി പിന്നെ അമ്മയ്ക്ക് തട്ടിക്കൊടുക്ക് യേശുദാസ്. അപ്പോൾ പിള്ളേരെ അത് ഇട്ടിട്ട് പോയി. മേളിന്ന് മരത്തിന്റെ മേളിന്ന് അയ്യോ അങ്ങനെയുള്ളൊരു പരിപാടിയാണത്. അതൊക്കെ ഇറങ്ങണം കേട്ടോ. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. ഇങ്ങനൊരു കുളം. ഹായ്. ഞങ്ങള് ചുമ്മാ ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ വന്നാട്ടാ, വെറുതെ കുറേ നേരം കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ചോട്ടല്ലേ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നു. എന്നാൽ പിന്നെ അതും കൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ എക്സിബിഷനാ ഗുലാം മുഹമ്മദ് ഷെയ്ഖ് ഓഫ് വേർഡ്സ് വിത്തിൻ വേർഡ്സ് ആണ്. ഇതാണ് എക്സിബിഷൻ. ഇതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്കുള്ള സ്ഥലം. ഇതിൻ്റെ ഉള്ളിലാട്ടോ. കക്കടു നമ്മളെവിടെ വന്നതാ? കക്കടു നമ്മളെവിടെ വന്നേക്കുന്നത്? നമ്മളെ എക്സിബിഷൻ കാണാൻ വന്നേക്കാട്ടോ. ഇതാണ് എക്സിബിഷൻ ഹാൾ കേട്ടോ. ഇവിടെ മുഴുവൻ ഇങ്ങനെയുള്ള ആർട്ട് വർക്കുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്താ നമ്മൾ കാണാൻ വേണ്ടി വന്നതാ. നമ്മളില്ലേ ഈ പടമൊക്കെ കാണാൻ വേണ്ടി വന്നതാ. കക്കടുവിന് ഇഷ്ടപ്പെട്ടോ ഇത്? ആ വലിയത്. ഇവിടെ പിക്ചറുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് വേറെ ആർട്ട് രൂപങ്ങളൊന്നുമില്ല. പിക്ചറുകൾ മാത്രമേ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇത് ഞാൻ ബിനാലയുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ കുറച്ച് സാഹിത്യപരമായിട്ട് ചിന്തിക്കാൻ ആഗ്രഹമുള്ളവർക്കും അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവർക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പരിപാടിയാണ്. എന്നുവെച്ചാൽ നമ്മളിങ്ങനെ ഓരോ പടം കാണുമ്പോഴും അതിനെക്കുറിച്ച് അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അങ്ങനെ ചിന്തിച്ച് നമുക്കത് ആസ്വദിക്കാം, അങ്ങനെ എൻജോയ് ചെയ്യാം. അങ്ങനെയുള്ളൊരു പരിപാടിയാണത്. ഇവിടെ ഒരു തിയേറ്റർ പോലെ ഉണ്ട് കേട്ടോ. കണ്ട ഇവിടെ ഇങ്ങനെ തിയേറ്റർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ വെച്ചിട്ടുണ്ട് ഉണ്ടോ. ഇവിടെ ഇങ്ങനെ ഇതുപോലെ ഓരോ വിഷ്വൽസ് ഇടും. അപ്പോൾ നമുക്കത് കണ്ടതുപോലെ ആസ്വദിക്കാം. ടക്കടു എടുക്കണോ ടക്കടുനെ? ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ആട്ടാ. ഈ ഫ്ലോറിലും കുറേ പടങ്ങളാണ് ഇതുപോലെ ഡിസ്പ്ലേ വെച്ചേക്കുന്നത് കേട്ടോ. കക്കടു അതൊക്കെ ഇറങ്ങണം കേട്ടോ. അങ്ങനെ ഞങ്ങളത് കണ്ടിറങ്ങി. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഇവിടെ നിന്ന് എല്ലാം കണ്ടിറങ്ങിയിട്ടാ. ഇനി കുറച്ച് നേരം ആ ദർബാർ ഹാൾ ഗ്രൗണ്ടിൻ്റെ സൈഡിൽ പോയിരിക്കട്ടെ. കക്കടു ദേ കൊക്കമ്മാവൻ വാ. ദേ കൊക്കമ്മാവൻ. ആ വാ വാ കൊക്കമ്മാവനെ പിടിക്കും. ഓടി വാ ഓടി വാ. ദേ നോക്കി കൊക്ക് വാ 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 ഓടി വാ. ആ കൊക്കമ്മാവൻ ഇരിപ്പുണ്ട്. വേഗം ചെന്നോ. കൊക്കമ്മാവനെ തൊട്ടിട്ട് വട്ടെ ടക്കടു. തൊട്ടോ ഓടിച്ചില്ല. അയ്യോ കൊക്കമ്മാവൻ പറന്നു പോയി. ആദ്യം അവിടെ ഉണ്ട്. വേഗം പിടിച്ചോ. പറന്നു പോയോ? അയ്യോ വേണ്ട. നല്ല വലിയ ഗ്രൗണ്ടായത്. ഇവിടെ ഒരു വലിയ സ്റ്റേജ് ഉണ്ട് കേട്ടോ. ഒരു ഓപ്പൺ സ്റ്റേജ്. അവിടെ ഇടക്കിടക്ക് വലിയ പരിപാടിയൊക്കെ നടക്കുന്നതാണ്. കഴിഞ്ഞതിന് മുമ്പത്തെ മാസം മോഹൻലാലൊക്കെ വന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. എന്തായിരുന്നു? യേശുദാസിനെ ആദരിക്കുന്ന ഒരു പരിപാടി. അപ്പോൾ യേശുദാസ് അമേരിക്കയിൽ നിന്ന് ലൈവ് സ്ട്രീമിൽ വന്നിട്ട് പാട്ടുകാരെല്ലാം കൂടി ഇവിടെ ഒത്തുകൂടി ഒരു വലിയ പരിപാടി ഉണ്ടായിരുന്നു. മോഹൻലാലൊക്കെ ഉണ്ടായിരുന്നു ആ പരിപാടിക്ക്. ഞങ്ങൾക്ക് ഇവിടെ തട്ടിക്കളിക്കാൻ വേണ്ടിയിട്ട് ഒരു മാങ്ങയോ തേങ്ങയോ അങ്ങനത്തെ ഒരു സംഭവം കിട്ടി. അപ്പോൾ അത് തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുക കേട്ടാ. ഇങ്ങോട്ട് തട്ടിത്താ. ഡാഡിക്ക് തട്ടിത്താ. നോക്ക് ടക്കട് ബോൾ ഇട്ട് നോക്കി. ഡാഡി തട്ടാൻ പോവാണ്. ടക്കട് പിടിച്ചോട്ടോ. പിടിച്ചോ. പിടിച്ചേ. അതിന് ഇങ്ങോട്ട് തട്ട്. നമുക്ക് അമ്മയ്ക്ക് തട്ടി കൊടുക്കാം. അമ്മയ്ക്ക് തട്ടാറിയോട്ടെ. എന്നാ രേഷു പിടിക്ക്. തട്ട്. ടക്കട് ഇങ്ങോട്ട് തട്ടിയേ. ഡാഡിക്ക് തട്ടിത്താ. പിടിച്ചു. ഡാഡിക്ക് തട്ടിത്താ. ഞങ്ങൾ കുറച്ച് നേരം ഓടിക്കളിച്ചിട്ട് ക്ഷീണിച്ച് കുറച്ച് വെള്ളം കുടിച്ച് ഇവിടെ ഇരിക്കുക. ടക്കടു പാൽ കുടിച്ചു കഴിഞ്ഞോ? ഇത് ദർബാർ ഹാളിന്റെ ബാക്ക് സൈഡിലുള്ള ഒരു കുളം കാണിച്ചു തരാം. ഇത് ദർബാർ ഹാൾ ഗ്രൗണ്ടിന്റെ ബാക്ക് സൈഡിലുള്ള ഒരു കുളമാണ്.
ചിലപ്പോൾ പലരും ഇത് കണ്ടിട്ടുണ്ടാവില്ല. ഇത് കണ്ട, ഇങ്ങനൊരു കുളം ഈ ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ വന്നവരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് ഏറ്റവും ബാക്ക് സൈഡിലായിട്ടുള്ളൊരു കുളമാണ് കണ്ട. പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു പഴയ വീടുണ്ട് കേട്ടോ. പഴയ എന്തോ ഒരു ഇല്ലം പോലത്തെ ഒരു വീടുണ്ട്, അതിനോട് ചേർന്നുള്ളൊരു കുളമാണിത്. കണ്ടോ കണ്ടോ, ഇത് പഴയൊരു വീടാണ്. കണ്ട കുളം കണ്ടോ? തക്കടു തക്കടു എന്താ നോക്കുന്നത്? ഉറുമ്പിനെ നോക്കാനാണോ? തക്കടു ഉറുമ്പിനെ നോക്കുവാണ്. തക്കടു ഉറുമ്പിനെ നോക്കി. കട്ടുറുമ്പാണോ അത്? കടിക്കുവോ? കടിക്കൂലല്ലേ? പണ്ട് ഇവിടെ താമസമുള്ള സമയത്തൊക്കെ ചിലപ്പോൾ ആളുകൾ കുളിച്ചിരുന്നൊരു കുളമായിരിക്കും ഇത്. കണ്ടോ, പണ്ടത്തെ ഒരു വീടാണ്. നല്ല പച്ച കളറിലെ വെള്ളമുള്ള കുളം. ഇവിടെ കുറച്ചു നേരം നിന്നിട്ട് മേളിൽ നിന്ന്, മരത്തിൻ്റെ മേളിൽ നിന്ന് എന്തൊക്കെയോ വീണിട്ട് ചൊറിയുന്നു. ഇതാണ് ദർബാർ ഹാൾ ഗ്രൗണ്ടിൻ്റെ സ്റ്റേജ്. കണ്ടോ, വലിയ വലിയ ഒരുപാട് ആളുകൾ നിന്ന സ്റ്റേജാണ്. മോഹൻലാൽ, മമ്മൂട്ടി, അങ്ങനെ ഒരുപാട് സിനിമാ താരങ്ങളും വളരെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ആളുകൾ നിന്നൊരു സ്റ്റേജാണിത്. കണ്ടോ തക്കടു? ഇത് സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്നൊരു വ്യൂ ആട്ടാ. കണ്ട, ഇവിടെ പിള്ളേർ കളിച്ചുകൊണ്ടിരുന്ന ഒരു ബോള് ചെറുതായിട്ട് പൊട്ടി. അപ്പോൾ ആ പിള്ളേർ അത് ഇട്ടിട്ട് പോയി. അപ്പം ഞാൻ കുഞ്ഞിനെ കൂടിയെ കളിക്കുവാട്ടാ. തക്കടു തട്ടി രേഷു വാടി, വാ, കമോൺ, അമ്മേ വാന്ന് പറ. നമുക്ക് കളിക്കാം അല്ലേ? ആ, ഇനി അമ്മയ്ക്ക് തട്ടിക്കൊടുത്തേ, അമ്മയ്ക്ക് തട്ടിക്കൊടുക്ക്. ആ, ഇനി ഡാഡിക്കുതാ, ഡാഡിക്കുതാ. ആ രേഷു, ഇരുട്ടായി, സന്ധ്യയായി. അങ്ങനെ ഞങ്ങൾ ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന് ദേ പോവാണ്. തക്കടു ടാറ്റ പറ. ടാറ്റാ. ഞങ്ങൾ പൂ പറിച്ചു. പൂ കാണിച്ചു കൊടുത്തേ. ആയി, പൂവുണ്ടോ? പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടാ. ടാറ്റാ ടാറ്റാ. അപ്പം ഞങ്ങൾ പോട്ടെ. ടാറ്റാ.